അപ്പോൾ ഇന്നാണ് നമ്മളുടെ തിരുവോണം. അപ്പം ഞങ്ങൾ ഇന്നലത്തെ പൂക്കളം തന്നെയാണ് ഇട്ടിരിക്കണത്. ഞങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഒരു മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാവിൽ എന്തോ കൈയിട്ടിട്ട് അതിനെന്തോ നിരപുത്രി അങ്ങനെ എന്തൊക്കെയോ പറയും. ഞങ്ങൾ അമ്മാമ്മനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പേര് അറിഞ്ഞത് ഗൈസ്. അപ്പോൾ അവിടെ ഹാൻഡ് സ്റ്റാമ്പ് എന്ന് ഞങ്ങൾ പേരിട്ട് ഗൈസ്. അപ്പോൾ അത് കുത്തിവെച്ചതിന് ശേഷം നമ്മളുടെ അടുത്ത് തന്നെയുള്ള പുതിയകാവ് അമ്പലത്തിലാണ് ഗൈസ് നമ്മൾ പോയത്. അതിനുശേഷം ഒരു അങ്കിൾ വന്ന് മറ്റേ ചെണ്ടയ്ക്ക് വരും ചെണ്ട തന്നെ കൊട്ടിയിട്ട് പോലെ ഞങ്ങൾക്ക് കൊട്ടിയിട്ട് ആ അങ്കിൾ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആ അങ്കിൾ ഈ വർഷവും വന്ന് അയാൾ നല്ല താളത്തിലാണ് ഇങ്ങനെ ടിക്കൻ അങ്ങനെ നല്ല താളത്തിലുള്ള പാട്ട് പാടി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാം കുളിച്ച് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ചെറിയൊരു മുള്ളു പോലെ വെച്ചതേ ഉള്ളൂ. നമ്മൾ വേറെ പരിപാടിയൊന്നും ചെയ്തില്ല. നമ്മൾ മാറ്റാനൊന്നുമില്ല. മാറ്റിക്കഴിഞ്ഞ് റെഡി ആകുമ്പോഴേക്കും ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ് കോല ഞങ്ങൾ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മാവേലിക്ക് ഫുഡ് കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ നമ്മൾ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് മുഖ്യം പികിലിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഫുഡ് അടി തുടങ്ങി ഗൈസ്. മാവേലിക്ക് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുറേ കറികൾ 12-15 അങ്ങനെ അത്ര കറികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ കുഴിയൊക്കെ ആക്കിയിട്ട് സാമ്പാർ അതിനകത്തേക്കാണ് ആദ്യം വിളമ്പിയത്, എന്നിട്ടാണ് ഗൈസ് എനിക്കൊക്കെ വിളമ്പിയത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെയാണ് നെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു പണി ചെയ്ത് ഈ പരിപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെയ്യും കൂടി കൂട്ടിച്ചേർത്ത്. അപ്പോൾ നമ്മളുടെ സ്വന്തം ശ്രീ മോഹൻലാൽ സാറ് ഇതുപോലെ ഉണ്ണിയപ്പവും പാലിലും ടേസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കൂടി ടേസ്റ്റ് ചെയ്തു. കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു.